സർക്കാർ ബജറ്റിൽ 85 കോടി വകയിരുത്തിയിട്ടും റോഡ് നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചില്ല. പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകി പ്രദേശവാസികൾ. നത്തകൽ അടിമാലി റോഡിനാണ് സംസ്ഥാന സർക്കാർ 2017 ബജറ്റിൽ തുക വകയിരുത്തിയത്. പ്രഖ്യാപനം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയത്. 2017 ഉടുമ്പൻചോല MLA MM മണി നിയമസഭയിൽ പ്രഖ്യാപിച്ച് ബജറ്റിൽ 85.65 കോടി രൂപ അനുവദിച്ച നത്തകൽ അടിമാലി റോഡ് നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷവും യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അടിമാലി കട്ടപ്പന വാണിജ്യ കേന്ദ്രങ്ങളെയും തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്നതായ ഈ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലാണ് തൂവൽ വെള്ളച്ചാട്ടവും പെരിഞ്ഞാങ്കുട്ടി ബാംബു പ്ലാന്റേഷനും പൊന്മുടി ഡാം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈട്ടിത്തോപ്പ് മേലേച്ചിന്നാർ പെരിഞ്ചാങ്കുട്ടി നിവാസികൾ ഇന്നും 60 വർഷങ്ങൾക്ക് മുൻപ് ജനകീയമായി നിർമ്മിച്ച റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1000-ലധികം വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ഈ പാതയിൽ അപകടങ്ങളും തുടർക്കഥയാണ്. പെരിഞ്ചാങ്കുട്ടി മേലേച്ചിന്നാർ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കട്ടപ്പനയിൽ എത്തുന്നതിനുള്ള ഈ റോഡ് പതിറ്റാണ്ടുകളായി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. 2017 ഭരണ അനുമതി ലഭിച്ച കിഫ്ബി നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്ത റോഡ് എന്തു സംഭവിച്ചു എന്ന അവ്യക്തത ഇന്നും തുടരുകയാണ്. ഉടനെ പണി തുടങ്ങും എന്ന പല്ലവി കേട്ട് ഒരു ദശകത്തോളം കാത്തിരുന്ന പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച പ്രത്യക്ഷ സമര പരിപാടിയിലേക്കും കടന്നു. മേലേച്ചിന്നാറിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ 75 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വിവിധ സാമുദായിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുവാനാണ് തീരുമാനം. രക്ഷാധികാരികളായി ബദേൽ പള്ളി വികാരി ഫാദർ സഖറിയാസ് കുമ്മട്ടുപറമ്പിലും മേലേച്ചിന്നാർ SNDP ശാഖായോഗം പ്രസിഡന്റ് സജി പേരത്തുവയലിലും ഈട്ടിത്തോപ്പ് പള്ളി വികാരി ഫാദർ ലിബിൻ മനക്കലേടത്തും ഈട്ടിത്തോപ്പ് SNDP ബ്രാഞ്ച് പ്രസിഡന്റ് രാഹുൽ കിളികൊത്തിപ്പാറയെയും തെരഞ്ഞെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.